നമസ്കാരം. നമ്മൾ മനുഷ്യർ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാറുണ്ട്. അപ്പം നമ്മളൊന്ന് മുഖം വാഷ് ചെയ്യും. അതേപോലെ ഉറക്കമൊക്കെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നുമ്പോഴും ഒരു ഉണർവിന് വേണ്ടി നമ്മൾ മുഖം വാഷ് ചെയ്യാറുണ്ട്. ഒരു പുത്തൻ ഉന്മേഷവും നമുക്കൊരു അറിവും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ വാഹനങ്ങൾ യഥാസമയം നമ്മൾ വാഷ് ചെയ്യുന്നവരാണോ? അതിന് നമ്മൾ മടി കാണിക്കുന്നവരാണ്. എന്നാൽ വാഹനം യഥാസമയത്ത് വാഷ് ചെയ്യണം. അതിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കുണ്ടാവും. യാത്രയും സുഖമാകും. പക്ഷേ അതിന് അനുയോജ്യമായ ഒരു സ്ഥാപനം തപ്പി നമ്മളിങ്ങനെ അലയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനം കടന്നു വരും. അതിനെയാണ് ഞാൻ ഇന്ന് ലൈവ് ടിവിയുടെ കേരള ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം ജില്ലയിലെ കുടയമ്പടിയിലെ പ്രോലൈൻ കാർ വാഷ്. കാർ വാഷിംഗ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മനോഹരമായ ഈ കാറിനൊപ്പം നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കാം. വരൂ. പ്രോലൈൻ കാർ വാഷിൻ്റെ പ്രിയപ്പെട്ട MD സജിത്ത് ശശിധരൻ സാറ് നല്ല തിരക്കിലാണ് അദ്ദേഹം. ഞാൻ അവിടെ വന്നപ്പോൾ കുറേ വാഹനങ്ങളൊക്കെ വന്നു. ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് 3 വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് ഇവിടുത്തെ അന്ന് തുടക്കം മുതലുള്ള ഒരു സ്റ്റാഫുണ്ട്, പ്രിയപ്പെട്ട പ്രശാന്തേട്ടൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. MD നല്ല തിരക്കിലാണ്. അപ്പോൾ താങ്കൾക്കാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2-3 വർഷമാണല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും വാഹനമായി കാറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? ഇവിടെ പോളിഷിംഗ് ഉണ്ട്. ശരി. പോളിഷിങ്, സെറാമിക് കോട്ടിങ്, പിന്നെ കാർ വാഷ്, ഇന്റീരിയലെ ഡീപ്പ് ക്ലീനിങ് മൊത്തം ഉണ്ട്. പഴയ വണ്ടിയുടെ ഒക്കെ ടോപ്പ്, സീറ്റ് ശരി എല്ലാം ചെയ്യുന്നത്. ഈ ഗോൾഡൻ വാഷ് ബോഡി അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് കത്തിയില്ല. എന്താണെന്ന്? ഗോൾഡ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സീറ്റൊക്കെ അഴുക്കായിരിക്കുന്ന സീറ്റ്, പൂപ്പൽ പിടിച്ചിരിക്കുന്ന സീറ്റ്, പിന്നെ ടോപ്പ് അതുപോലെ തന്നെ പോയിരിക്കുന്നത്, അതൊക്കെ മൊത്തം ക്ലീൻ ആക്കി ഒരു 4 മണിക്കൂർ എടുക്കും അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് ചെയ്തെടുക്കുന്നത്. എന്തൊക്കെ പ്രത്യേകത കാർ വാഷ് ചെയ്യുമ്പോൾ? നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ കോട്ടയത്തുണ്ട് കാർ വാഷിംഗ് ബന്ധപ്പെട്ട്. പക്ഷേ പ്രോലൈൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ കാർ വാഷിങ്ങിൽ നമ്മുടെ പ്രത്യേകത എന്തൊക്കെയാണ് പ്രശാന്തേട്ടാ? നമ്മൾ കാർ ഫുള്ള് ചെയ്യുമ്പോഴത്തേനും അകത്ത് ഡീപ്പായിട്ട് നമ്മൾ ഏത് വണ്ടി വന്നാലും നമ്മൾ ഡീപ്പായിട്ടേ ചെയ്യുള്ളൂ. നല്ല രീതിയാണ്. അകം ഇന്റീരിയൽ നല്ല പോളിഷ് ചെയ്ത് ഡാഷ് പോളിഷ് എല്ലാം ചെയ്ത് കൊടുക്കും. വണ്ടി ഇറങ്ങുമ്പം വരുന്ന വണ്ടിയല്ല അവർക്ക് തിരിച്ചു കൊടുക്കുക നമ്മൾ. ആ രീതിയിലാണ് അവർക്ക് കസ്റ്റമർക്ക് സന്തോഷം. നമ്മൾ വണ്ടി ഇവിടെ കയറി വരുന്നു, പോകുന്നു. വരുന്ന ഇപ്പം വന്ന കസ്റ്റമർ മുഴുവൻ നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കസ്റ്റമർ പോലും തിരിച്ചു പോയിട്ടില്ല. എല്ലായിടത്തും പലരും തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് പിന്നെ അവരും തിരിച്ചു വരുന്നുണ്ട് ഇവിടെ തന്നെ. ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക അവിടെ ചെന്ന് നോക്കിയിട്ട് പുതിയ തുടങ്ങിയപ്പോൾ അവിടെ ചെന്ന് നോക്കി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടുത്തെ ഞങ്ങളെ വിശ്വാസം, പിന്നെ ഞങ്ങളെ മുതലാളി അതുപോലെ തന്നെ മുതലാളിയാണ്. ആൾക്കാരുമായിട്ട് സംസാരിക്കും. അതുകൊണ്ടാണല്ലോ താങ്കളെ സംസാരിക്കാൻ വേണ്ടി എൻ്റെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മളൊരു മുതലാളി എന്ന് പറഞ്ഞാൽ നമ്മൾ മുതലാളിയായിട്ടല്ല. അത് ശരി. നമ്മൾ എല്ലാവരും നോക്കുന്നത് അതുപോലെയല്ല. അതാണ് ഈ സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അത് തന്നെ. അതേപോലെ നമ്മൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. സ്റ്റീമിംഗ് ഉണ്ട്. മറ്റേ ഇഞ്ചൻ സ്റ്റീം ചെയ്ത് ഇഞ്ചൻ ഭാഗമൊക്കെ നല്ല ക്ലീൻ ആക്കി. ഇവിടുന്ന് ഇപ്പം ടെസ്റ്റിങ്ങിന് പോകുന്ന വണ്ടിയൊക്കെ ആണെങ്കിലും അവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട. അവിടെ ചെന്നാൽ ഇഞ്ചൻ നോക്കി എല്ലാം വണ്ടി അന്നേരം പാസ്സാണ്. ടെസ്റ്റ് ചെയ്ത് വരുന്ന വണ്ടിയെല്ലാം ടെസ്റ്റിങ്ങിനാണ് കൂടുതൽ വണ്ടി ഇവിടെ വരുന്നത്. ബൈക്കാണെങ്കിലും ആക്റ്റീവ് ആണെങ്കിലും അതുപോലെ തന്നെ പോളിഷിങ് അതെല്ലാം ചെയ്ത് വിടുന്ന. ഒരു ബൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പെയിന്റ് അടിക്കേണ്ട, അല്ലാതെ തന്നെ പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വണ്ടികളും ഉണ്ട്. ശരി. മറ്റ് എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത് ഇവിടെ നിന്ന്? ഇങ്ങനെ വണ്ടിയുടെ കാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി സർവീസിങ് നമ്മൾ വാഷിംഗ് പറഞ്ഞു, അതുപോലെ ഗോൾഡൻ വാഷ് എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ ഓരോരോ പേരുകളുണ്ടല്ലോ. നമ്മളിപ്പം പഴയ ഒരു വണ്ടി നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടി കുറേ വർഷം ഒരു വർഷം കിടന്ന വണ്ടിയാണെങ്കിൽ അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ പൂപ്പൽ പിടിക്കും. സീറ്റ് പൂപ്പൽ മൊത്തം പൂപ്പൽ പിടിച്ചിരിക്കുന്ന വണ്ടിയില്ല. അതിനകത്ത് കയറാൻ മാറായിരിക്കും, ഭയങ്കര സ്മെല്ലായിരിക്കും. അന്നേരം അത് നല്ല രീതിയിൽ അത് കെമിക്കൽ ഇട്ട് കഴുകി നല്ല നീറ്റാക്കി കൊടുക്കും. അത് ഏകദേശം എത്ര സമയം എടുക്കും? അത് ചെയ്യുമ്പോൾ 4 മണിക്കൂർ
അത് ശരി. എടുക്കും, 4 മണിക്കൂറോളം വരും ചെയ്തെടുക്കാനായിട്ട്. മറ്റ് പ്രധാനമായിട്ട് നമുക്ക് പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾ ആവശ്യമായി വരുന്നത് ഇങ്ങോട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയാല്ലേ? വാഷിംഗ് അല്ലാതെ അത് ഈ ചെറിയ മാർക്കൊക്കെ വരുമല്ലോ, ഇത് പോവോ അത് നമ്മളത് അന്നേരം ചെയ്ത് കൊടുക്കാം. അതിന് വേറെ റേറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കും. മുഖമുദ്രയാണ് അതല്ലേ? നമ്മൾ ചെയ്ത് കൊടുക്കും. ഒരു പാടുണ്ടായി, ഒരു കട്ടുണ്ടായി, അത് നമ്മൾ പോളിഷ് ചെയ്ത് അന്നേരം മാറ്റി കൊടുക്കുക. പിന്നെ പോളിഷിംഗ് ഉണ്ട്, എല്ലാ വണ്ടിയും പോളിഷിംഗ് ഉണ്ട്. അതൊക്കെ എത്ര സമയം എടുക്കും പ്രശാന്ത്? നമ്മൾ രാവിലെ കിട്ടുവാണെങ്കിൽ വൈകിട്ട് കൊടുക്കാം നമുക്ക് വണ്ടി. ഒരു താമസമൊന്നുമില്ല, ഒരു ദിവസത്തെ പരിപാടിയുണ്ട്. അപ്പോൾസറി സംഭവം ബന്ധപ്പെട്ട ക്ലീനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾസറി ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് വാഹനങ്ങളുടെ കാറിന്റെ പെയിന്റിങ് ഒരു പ്രധാന കാര്യം. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ചെറിയ സ്ക്രാച്ച് വന്നാലേ നമ്മുടെ മനസ്സിലൊരു പോറൽ വീഴുന്ന പോലെ. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്ത് കൊടുക്കാം. പെയിന്റിംഗ് ഉണ്ട്, പെയിന്റിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ സെറാമിക് കോട്ടിംഗ് പോലെയൊക്കെയുള്ള സെറാമിക് കോട്ടിംഗ് ഉണ്ട്. അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ 4 ദിവസം എടുക്കും. അത് ശരി. മൊത്തത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? ചെയ്ത് കൊടുക്കും, ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കും. സെറാമിക് അല്ല, എൻ്റെ സുഹൃത്ത് പറഞ്ഞു നല്ല ഫിനിഷിംഗ് ആണ് സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്ത വണ്ടിയെല്ലാം നല്ല ഇതാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു കൊല്ലത്തിന് നമ്മൾ അതിന് വാറണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വന്ന് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കും നമ്മൾ. ശരി. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്? ഇതിപ്പോൾ ഇത് വാഷിങ്ങിന് വന്നതാണ്. ശരി. ഇത് കാർ വാഷിന് ഇന്റീരിയർ ഫുള്ള് ചെയ്യാൻ വന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കി ഒന്നും പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ബെൻസ് വണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് വാഷ് ചെയ്യാൻ വേണ്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എങ്ങനെയാണ് ചേട്ടാ? നമ്മൾ മസ്റ്റ് ഇതിനകത്ത് മാറ്റെല്ലാം എടുക്കും, എടുത്ത് ബാക്കി ടയർ ബ്രഷ് ചെയ്യും. ഡിസ്ക് ബ്രേക്ക് ഇതാണെങ്കിൽ നമ്മൾ അകത്ത് ബ്രഷ് അടിച്ചിട്ട് മൊത്തം എല്ലാ ടയർ. അത് ശരി. ഇന്റീരിയർ നമ്മൾ അങ്ങോട്ട് ഇന്റീരിയൽ പിന്നെ നമ്മൾ ഡോറിനകം ശരി വെള്ളം അടിക്കും, ഇങ്ങനെ അടിക്കും എല്ലാ ഡോറിൻ്റെ ഡിക്കി ഉൾപ്പെടെ. നോർമൽ നമ്മളിപ്പോൾ എത്ര സമയം എടുക്കും? നോർമൽ വാഷ് ആണെങ്കിൽ എത്ര സമയം എടുക്കും? ഒരു 20-25 മിനിറ്റ്, 30 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇതിപ്പം പോളിഷിംഗ് പറഞ്ഞിട്ടുണ്ടോ? പോളിഷിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സമയം എടുക്കുമായിരിക്കും അല്ലേ? നമുക്കിപ്പോൾ ഇത് കഴിയിട്ട് പോളിഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒന്നുകൂടെ ഒരു കോട്ടിങ് പോളിഷ് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ കഴുകണം, വാഷ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഫിനിഷിങ് കഴിഞ്ഞ് ഒന്നുകൂടെ കഴുകണം. 2 പ്രാവശ്യം വാഷ് ചെയ്യണം. അങ്ങനെയാണല്ലേ? അങ്ങനെയുണ്ട്. പ്രോലൈൻ കാർ വാഷിൻ്റെ വാഹനങ്ങളുടെ കാറിൻ്റെ ഇൻറ്റീരിയർ ക്ലീനിങ് സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏത് വണ്ടിയിലായിരിക്കുന്നത്? നമ്മളിപ്പോൾ ഓടിയലായിരിക്കും. ഇവിടെ വരുന്ന എല്ലാം അടിപൊളി കിടക്കാച്ച് വണ്ടികളാണ് വരുന്നത്. നമ്മൾ അപ്പുറം കണ്ടത് അത് ബെൻസ് ആണ്. ഇത് പോളിഷിങ്ങിന് വന്നേക്കുന്നത്. ഇതിപ്പം ഇന്റീരിയറിൽ ബോഡിയും കൂടെ വാഷ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അത് ശരി. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്? നമ്മളിപ്പോൾ ഈ ഡാഷ് ബോർഡ് ടോപ്പ് ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ചെളിയൊക്കെ പോകും, കളയാനായിട്ടുള്ള കെമിക്കൽ അടിച്ച് ആദ്യം കളഞ്ഞ് ഇതിനകത്ത് ഇവിടെ പോളിഷ് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പിന്നെ താഴെ മൊത്തം മാറ്റെടുത്ത് വാക്കം പിടിക്കും. അടിഭാഗം മൊത്തം വാക്കം പിടിച്ച് ഈ ഡോർ ജാം ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തരും. നമുക്ക് അത്യാവശ്യം മെക്കാനിക്കും പരിപാടിയൊക്കെ ചെയ്യും. മെക്കാനിക് ചെയ്യുന്നുണ്ട്, അത് പരിപാടിയൊക്കെ ഉണ്ട്. അതിന്റെ പരിപാടി ഡോറിന് ടൈറ്റ് വരുവാണെങ്കിൽ നമ്മളെ ഇതൊക്കെ ചെയ്ത് കൊടുക്കാനും പരിപാടിയൊക്കെ. എന്തൊക്കെ ചെയ്യുന്നത്? വാഷിംഗ് പറഞ്ഞിട്ടുണ്ടോ? വാഷിംഗ് പറഞ്ഞിട്ടുണ്ട്. ബോഡി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ ബാക്കി മൊത്തം ചെയ്ത് ഇതിപ്പം വാക്കം ചെയ്യാനുണ്ട്. വാക്കം ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം നമ്മൾ തുടങ്ങുന്നത്. ബാക്കി ഇത് കഴിഞ്ഞ് ഡോർ പാഡ് സൈഡ് എല്ലാം സ്റ്റീമിംഗ് ഒക്കെ. സ്റ്റീമിംഗ് ഇഞ്ചിന്റെ ഭാഗത്ത് അത് നമ്മൾ ഇച്ചിരി ആവി പിടിച്ച് ഇത് വരുന്ന ചൂടും വെള്ളം കൂടെ കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ മൈലേജ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വേറെ ഇത് ക്ലീനിങ് മാത്രമേ കാണിക്കാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സ്റ്റീമിങ് ഇന്റീരിയലും ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നല്ല പ്രശ്നം. സീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ശരിക്കും എന്താ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? ക്ലീൻ ആവുകയാണ് നമ്മൾ സീറ്റിന്റെ മൊത്തം നമ്മൾ വടിച്ചെടുക്കുകയാണ്. ഇതിലെ അഴുക്കും നമ്മൾ ആവി പിടിക്കുന്നവരല്ലേ? ഇടയ്ക്കൊന്നെല്ലാം നമ്മളത് പോരും, പൊടിയെല്ലാം പോരും. അപ്പോൾ ഇതിന് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഒന്നും വരത്തില്ല. ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. സീറ്റെല്ലാം ചെയ്യാം. അപ്പോൾ സേവിങ് നമ്മൾ ഇനി എഞ്ചിൻ ചെയ്യാൻ പോകണം അല്ലേ? ഇതെല്ലാവരും ആവശ്യപ്പെടാറുണ്ടോ? വണ്ടികൾ ഓടിയൊക്കെ വരുമ്പോൾ തന്നെ ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ എഞ്ചിന്റെ സൈഡും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ മൊത്തം ക്ലീൻ ആവും അല്ലേ? ശരിക്കൊരു ലോങ് ജേർണി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്ന നല്ലതാണല്ലേ? ചെളിയും വേറെ ഒന്നും പറ്റാനില്ല. ഒന്നും ഈ ഇതൊക്കെ ശരിക്കും നമുക്ക് പുതിയ സെൻസറിന് ഒന്നും വേറെ ഒരു ഇതും ഒന്നും വരത്തില്ല. സെൻസർ വണ്ടിയാണ് ആൾക്കാർക്ക് പേടിയാവും. ഇത് അടിച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഇത് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ നമുക്ക് ചെയ്തുവിടാം. ഇവിടെ നമുക്ക് 3-4 സെക്ഷൻ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പം ഇപ്പം നമ്മൾ വാഷിങ് ഇതിപ്പം അണ്ടർ ബോഡി ചെയ്യാനായിട്ടാണ്.
അണ്ടർബോഡി ചെയ്യാൻ കൊണ്ടുവന്ന വണ്ടി. Underbody അണ്ടർബോഡി ഫുള്ള് അണ്ടർബോഡി ബോഡി വാക്ക് ഇത് ഫുള്ളാണ് വരുന്ന വണ്ടി. ഇതിപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ബോഡിയും അകവും കൂടെ ചെയ്യാൻ പിന്നെ പോളിഷ് ചെയ്യും ഈ വണ്ടി ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ സൈഡ് ചെയ്യുന്നത് മറ്റേ ഇത് ബോഡി ഇന്റീരിയലും എല്ലാം കൂടെ നമ്മൾ കണ്ട് ഓടി. പിന്നെ ഇപ്പോൾ ഡീറ്റെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പോളിഷിങ് ഫിനിഷിംഗ്. ഫിനിഷിംഗ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നേരെ കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 3-4 സെക്ഷനായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലേ? പ്രോലൈൻ കാർ വാഷ് വന്നപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു കസ്റ്റമർ പ്രിയപ്പെട്ട പ്രശാന്ത് ഏട്ടന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. നമസ്കാരമുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താണ് കാർ വാഷിന് വേണ്ടി വന്നാണോ, എന്ത് വർക്കിന് വേണ്ടിയാണോ വന്നത്? ഇനി വണ്ടി എപ്പോഴും ഞാൻ വണ്ടിയെ നല്ല കെയർ ചെയ്യുന്ന ആളാണ്. അത് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഭയങ്കര ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നമ്മൾ കോട്ടയത്ത് ഞാൻ എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. ശരി. സർവീസിൻ്റെ കാര്യങ്ങളും എല്ലാം ആയിട്ട് എനിക്ക് 3 വണ്ടിയുണ്ട്. ശരി. എപ്പോഴും മിക്കപ്പോഴും ഇവിടെയാണ് ചെല്ലുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇപ്പം സൈത്ത് എന്ന് പറയുന്ന ആളുമായിട്ട് ഞാനിപ്പം ഒരു അറ്റാച്ച്മെൻ്റ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ്. ശരി. നമ്മുടെ വാഹനങ്ങളിൽ തരുന്ന ഒരു കെയർ, ഒരു കെയർ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ വർക്കിലാണെങ്കിൽ പോലും വന്ന് പിക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്കയായിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു സർവീസ് കോട്ടയം ജില്ലയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും എല്ലാം കൂടി വാഹനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ആ ഡെഡിക്കേഷൻ നമുക്കത് മനസ്സിലായി. നല്ല രീതിയിലാണ് ചെയ്യുന്നതല്ല. അതെ. ഞാൻ എർട്ടിക്കയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 7AA ഉണ്ട്, പിന്നെ ഒരു സുമോ മറ്റേ ഒരു ഓഫ് റോഡ് വണ്ടിയുണ്ട്. എപ്പോഴും ഓഫ് റോഡൊക്കെ അറിയാമല്ലോ. ആ ഒരു രീതിയിലാണെങ്കിൽ തന്നെ പക്കയായിട്ടാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറയുന്നത്. ഞാൻ ഫാമിലി ആയിട്ടാണ് വരാറുള്ളത്. കാരണം ആ ഒരു ആംബിയൻസ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ല എനിക്കിപ്പം ഒറ്റയ്ക്ക് വന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൂടുതലും ഫാമിലി ആയിട്ട് വരാറുള്ളത് പറഞ്ഞാൽ ആ ഒരു ആംബിയൻസ് എനിക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എൻജോയ് ചെയ്യും. ഇവിടെ വന്ന് ഒത്തിരി ഫോട്ടോ ഞങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാഹന സംബന്ധമായിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. 100% ഈ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ പ്രോലൈൻ്റെ മറ്റൊരു പ്രത്യേകത വാഷിങ്ങും അതേപോലെ ക്ലീനിങ്ങും മാത്രമൊന്നുമല്ല, പെയിൻറ്റിങ്ങും ഉണ്ട്. ഈ പെയിൻറ്റിങ് എന്ന് പറഞ്ഞൊരു കര തന്നെയാണ്. ചെറിയ സ്ക്രാച്ച് വന്നാലും നമ്മൾ അത് നല്ല ക്ലീനായിട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷമായിട്ട് നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ പെയിൻറ്റാണ് ചെയ്യുന്നത്? നമ്മൾ എല്ലാ വണ്ടിക്കും ഇവിടെ വരുന്ന എല്ലാ വണ്ടികളുടെയും പെയിൻറ്റിങ് നമ്മൾ എടുക്കാറുണ്ട്. ശരി. ഇതിപ്പോൾ ഇതിനെന്താ ഇതൊക്കെ എന്താ എല്ലാം അഴിച്ചൊക്കെ അഴിച്ചിട്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ പെയിന്റിംഗ് ആണ്. ശരി. ഇത് കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഈ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. ഇവിടുന്ന് വാഷ് ചെയ്ത് പിന്നെ അണ്ടർബോഡി ചെയ്തിട്ട് ഇനിയിപ്പം ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത്, പുറത്താണ് തൊട്ടപ്പുറത്തെ ഇവിടെ പറന്നു പിടിക്കാതിരിക്കാൻ വണ്ടി ഒത്തിരി വരുന്നതുകൊണ്ട് പറന്നു പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് കുറച്ച് തൊട്ട് താഴെ സ്മൂത്തായിട്ട് തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കമ്പനി ഫിനിഷിംഗ് പോലെ ചെയ്ത് കൊടുക്കും. പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണ്? ഡെന്റിങ് ഉണ്ട്. നമ്മളിവിടെ വരുന്ന വണ്ടിയുടെ എല്ലാം ഡെന്റിങ് ചെയ്യാറുണ്ട്, അണ്ടർബോഡി ചെയ്യാറുണ്ട്, കൂടാതെ പെയിന്റിങ്ങും. പിന്നെ നമ്മൾ ലാസ്റ്റ് ആൾക്കാർ പറയുന്നതനുസരിച്ച് ഫിലിം ഒട്ടിക്കുന്ന സ്റ്റിക്കർ വർക്ക്, ആർട്ട് വർക്ക് എല്ലാം ചെയ്യാറ്. ശരി. അപ്പോൾ പെയിന്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സന്തോഷമായിട്ട് പ്രത്യേകം നന്ദി. പണി നടക്കട്ടെ കേട്ടോ. ഓക്കെ. പ്രോലൈൻ കാർ വാഷിൻ്റെ കസ്റ്റമർ ലോഞ്ചിലാണ് ഞാനുള്ളത്. കാറിൻ്റെ കുറച്ച് വലിയ ഒരു കസ്റ്റമർ ലോഞ്ചാണ്. സ്നാക്സ് സംബന്ധമായ, ഡ്രിങ്ക്സ് സംബന്ധമായി, കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. അതേപോലെ കാറിൻ്റെ ആക്സസറീസും ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന് വിശാലമായി സന്തോഷത്തോടെ നമുക്കിരിക്കാം. അവിടെ കാറിൻ്റെ സംബന്ധമായ വാഷിങ്ങും അതേപോലെ കാര്യങ്ങളും ഒക്കെ മനോഹരമായിട്ട് ചെയ്യും. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ വാഷിങ്, പെയിൻറ്റിങ് എല്ലാം ചെയ്യുന്നൊരു സ്ഥാപനം തന്നെയാണ് പ്രോലൈൻ. അപ്പോൾ ഇതിൻ്റെ സേവനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ സ്ഥാപനത്തിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക, കടന്നു വരിക. നല്ല തിരക്കുള്ള സ്ഥാപനമാണ്. വീണ്ടും കണ്ടുമുട്ടാം. ക്യാമറാമാൻ റിജോയ് പർവനൊപ്പം സൈനിങ് ഓഫ്. ഷിയാദ് ചങ്ങനാശ്ശേരി.